വണ്ടിക്കാരെല്ലാവരും പിറകിൽ നിന്ന് ഹോണടിയും തെറിവിളിയും ഉണ്ട് കേട്ടോ. എനിക്ക് പിന്നെ ഭാഷ അറിയാത്ത കാരണം ഞാൻ എല്ലാവരുടെ അടുത്തും ചിരിച്ച് കാട്ടുന്നുണ്ട്. എൻ്റെ തൊട്ടപ്പുറത്ത് കൊക്കയാണ് കേട്ടോ. അങ്ങോട്ടേക്ക് വണ്ടി നീക്കാൻ പറ്റില്ല. സൈക്കിളാണെങ്കിൽ നീക്കണതിന് ഒരു പരിധിയില്ല. ഇവർക്കാണെങ്കിൽ അത് പറഞ്ഞിട്ട് മനസ്സിലാവില്ല കേട്ടോ. റോഡാണെങ്കിൽ ഫുള്ള് ചെളി, മേലെന്ന് എപ്പോഴാണ് കല്ല് വീഴാന്നും പറയാൻ പറ്റില്ല. ഇന്നലെ രാത്രി നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് കാലത്ത് തന്നെ ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങിയിട്ടാ. ഇന്ന് നമുക്ക് 188 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഉധംപൂരിൽ നിന്നും ശ്രീനഗർ എത്തൂട്ടാ. നമ്മുടെ 3 മാസത്തെ സൈക്കിൾ യാത്ര, സോളോ വിൻ്റർ എക്സ്പെഡീഷൻ അവസാനിക്കാൻ പോവാണ്. അവസാനത്തെ കുറച്ച് ഇതുകളാണ് കേട്ടോ. അങ്ങനെ സുഖമായിട്ട് അങ്ങോട്ട് അവസാനിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മേലെന്ന് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വെതർ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞോളാണ് കേട്ടോ. മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ മഴ പെയ്യും. ഞാൻ ഞെട്ടിപ്പോയിട്ടാ. നമ്മുടെ നാട്ടിലൊക്കെ മഴ പെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നല്ല വെയിലാവാണ് പതിവ്. പക്ഷെ ഇവിടെ മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ മഴ പെയ്യൂട്ടാ. കുറച്ചങ്ങോട്ട് നീങ്ങി കഴിഞ്ഞപ്പോൾ ശ്യാമപ്രസാദ് മുഖർജി ടണൽ വന്നു കേട്ടോ. ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ റോഡ് ടണലാണ് വരുന്നത്. അതിന്റെ ഉള്ളിൽ കൂടെ സൈക്കിൾ കെടുത്തില്ല കേട്ടോ. നമ്മുടെ ഹൈവേ പോലീസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവരുടെ പിക്കപ്പ് വാൻ ഉണ്ടെങ്കിൽ അതിൽ അവർ ക്രോസ് ചെയ്ത് കാണിച്ചു തരും കേട്ടോ. 9 ചില്ലറ കിലോമീറ്റർ ആണ് അത് ഉള്ളത്. 9 കിലോമീറ്റർ മേലെയുണ്ട്. അപ്പോൾ അത് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ടണലുകളായിട്ടാ. അല്ലാത്ത വഴിയും പോവാം, പക്ഷെ നമുക്ക് മേലെന്ന് കല്ല് എപ്പോഴാണ് വീഴാന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ആർമിക്കാർ കുറച്ച് പേര് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു വേഗം സൈക്കിൾ ഓടി പൊക്കോ, മേലെന്ന് കല്ല് വീഴുന്ന ലാൻഡ് സ്ലൈഡ് ഏരിയ ആണ് ഇത് കൂടുതൽ വരണേന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം അങ്ങോട്ട് പോയിട്ടാ. ഞാൻ സാധാരണ 80 മുതൽ 120 കിലോമീറ്റർ വരെയൊക്കെ ഞാൻ ഡെയിലി സൈക്കിൾ ചവിട്ടൂട്ടാ. നോർമൽ സൈക്കിൾ, നമ്മുടെ ടോഡിൻ്റെ TD 850 ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു സാധാരണ സൈക്കിൾ, ഇലക്ട്രിക് ഒന്നല്ല. പക്ഷേ ഇപ്പോൾ പറ്റുന്നില്ല കേട്ടോ. ഗൈസ്, ഇതാണ് കേട്ടോ റൂം വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ നല്ല ലാഭത്തിന് കിട്ടിയിട്ടാ. നല്ല ടോയ്ലറ്റും കാര്യങ്ങളെല്ലാം ക്ലീൻ ആയിരുന്നു. ഇന്നലെ തന്ന റൂം ഭയങ്കര ഇതായിരുന്നു കേട്ടോ. 1000 രൂപയ്ക്ക് തന്ന റൂം ഭയങ്കര മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മോശമായിരുന്നു. ഞാൻ പിന്നെ അവരോട് പറയാണ്ടാ മിണ്ടാണ്ട് ഇങ്ങോട്ട് പോകുന്നത്. ഒരു രാത്രിയിലത്തെ കാര്യമുള്ളൂ. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഞാൻ കാശ് അങ്ങോട്ട് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. സോ അങ്ങനെ കുറേ ഇതുകളുണ്ട് കേട്ടോ. ഇങ്ങനത്തെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഈ ഭാഗങ്ങളിലൊക്കെ. എൻ്റെ അമ്മോ അടിപൊളി മോനെ. ഇവിടെ നിന്നുള്ള വ്യൂ കേട്ടോ. ഇന്ന് ആകെ 50-60 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയിട്ടുള്ളൂ. ശ്രീനഗർ ആ സൈഡിലേക്കാണ് പോകണം കേട്ടോ. ആ സൈഡിലേക്ക് ഞാൻ അവിടെ നിന്ന് ഈ പാലം കയറി ഇവിടെ നിന്ന് ഇങ്ങോട്ട് യൂട്ടേൺ എടുത്ത് വന്നു കേട്ടോ ഇങ്ങോട്ടേക്ക്. ഞാൻ പെട്രോൾ പമ്പിൽ ചോദിച്ചു. മഴ ആയ കാരണം ഇവിടെ രാത്രി ടെൻ്റ് അടിക്കാൻ പറ്റണില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യുള്ളൂ. ലൈക്ക് എല്ലാം റെഡി ആവണ്ടേ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇങ്ങനെ കാശ് കൊടുത്ത് റൂം എടുത്ത് താമസിച്ചാൽ കഴിഞ്ഞാൽ ശരിയാവില്ല കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ആയതുകൊണ്ട് ഞാൻ പിന്നെ വെറുതെ കളഞ്ഞു എല്ലാം. സോ ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളും. സോ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സ്റ്റേ ട്യൂൺഡ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. നാളെ വൈകുന്നേരം 6 മണിക്ക് കാണാം. ടിൽ ദെൻ ബൈ.